നമസ്കാരം, ഞാൻ ഡോക്ടർ റോഷിത. ഇന്ന് ഡേ 6. അപ്പോൾ ഇത് ബിഗിനേഴ്സ് പ്രഗ്നൻസിയിൽ യോഗ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള യോഗാസനം സീരീസുമാണ്. അപ്പോൾ ഇത് വളരെ സിമ്പിളാണ്. നമുക്കിന്ന് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് എൻ്റെ ആദ്യത്തെ വീഡിയോ പോയി കാണണം, ലൂസനിങ് എക്സസൈസ് ഫോർ പ്രഗ്നൻറ്റ് വുമൻ. അപ്പോൾ അത് ചെയ്തതിന് ശേഷം അതൊരു 10-15 മിനിറ്റ് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഇന്നത്തെ ഡേ 6 മുന്നോട്ട് പോകാം. അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് കൈ പിറകിൽ കെട്ടി കണ്ണടച്ച് നമ്മൾ യോഗാസനം ചെയ്യാൻ വേണ്ടി മനസ്സ് റെഡിയാവുക. ടേക്ക് എ ഡീപ്പ് ഇൻഹലേഷൻ, exhale completely. Take a deep inhalation, exhale completely. അപ്പോൾ നമ്മൾ ഇന്ന് ആദ്യം ചെയ്യാൻ പോകുന്നത് ഹാഫ് സ്ക്വാട്ടിംഗ് ആണ്. കൈ ഇങ്ങനെ വെക്കുക, ദീർഘശ്വാസം എടുക്കുക, ശ്വാസം വിട്ട് നമ്മൾ പതുക്കെ ഇരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മുന്നോട്ട് കുനിയാൻ ശ്രമിക്കരുത്, സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് എത്രത്തോളം പറ്റും അത്രയും ഇരിക്കുക കേട്ടോ. അപ്പം ഈ കാലിങ്ങനെ വി ഷേപ്പ് പോലെ വെക്കാൻ ശ്രമിക്കുക. 1 2 3 4 ആൻഡ് റിലാക്സ്. നമുക്കൊന്നും കൂടി ചെയ്യാം. ഇരിക്കുക, മെയിൻറ്റെയിൻ. 1 2 3 4 5 6. റിലാക്സ്. തേർഡ് സെറ്റ്, ഹാഫ് സ്ക്വാട്ടിംഗ്. 1 2 3 4 and 5. റിലാക്സ്. കൈ പിറകിൽ കെട്ടി കണ്ണടച്ച് നമ്മുടെ ശരീരത്തിലുള്ള മാറ്റങ്ങൾ ശ്രദ്ധിക്കുക. റിലാക്സ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ഒരു വേരിയേഷനാണ്, ദേവി ആസന, ഗോഡസ് പോസ്. അപ്പം നമ്മൾ ഇതേപോലെ തന്നെ ഹാഫ് സ്ക്വാട്ടിങ് ഇരുന്ന് നമ്മൾ കൈ രണ്ടും ചിന്മുദ്രയിൽ വെക്കുക. മെയിൻറ്റെയിൻ. 1 2 3 4 5 6 7 8 9 and 10. സ്ലോലി റിലീസ്. കൈ താഴ്ത്തുക, കൈ പിറകിൽ കെട്ടി കണ്ണടച്ച് വിശ്രമിക്കുക. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് കിടന്നുകൊണ്ടുള്ള ആസനയാണ്. നമുക്ക് നോക്കാം. അപ്പം നമ്മൾ വജ്രാസനയിലിരുന്ന് പതുക്കെ സൈഡ് ചെരിഞ്ഞ് കിടക്കുക, കാല് നീട്ടി വെക്കുക. എന്നിട്ട് നമ്മൾ കൈ നെഞ്ചിൻ്റെ മുന്നിലായിട്ട് വെക്കുക. ശ്വാസം എടുത്ത് കാല് ഉയർത്തുക. 1 സാവധാനം കാല് താഴ്ത്തുക. 2 3 4 5 6 7 8 9 and 10. ഇതേപോലെ നമുക്ക് ഓപ്പോസിറ്റ് സൈഡും ചെയ്യാം. പതുക്കെ എഴുന്നേറ്റിരുന്ന് ഓപ്പോസിറ്റ് സൈഡ് കിടക്കുക, കാല് നീട്ടി വെക്കുക. 1 2 കൈ ഇങ്ങനെ നെഞ്ചിൻ്റെ മുൻവശത്തായിട്ട് വെക്കാം. 3 4 5 6 7 8 9 and 10. പതുക്കെ നമ്മൾ എഴുന്നേറ്റിരിക്കുക. ഇനി നമ്മൾ പ്രാണായാമ ചെയ്യാൻ വേണ്ടി മനസ്സ് റെഡിയാകുക. കണ്ണടച്ച് ദീർഘശ്വാസം എടുത്ത് ശ്വാസം സാവധാനം പുറത്തേക്ക്. നമ്മൾ ശ്വാസം മാത്രം ശ്രദ്ധിക്കുക. നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന പ്രാണായാമ ഭ്രമരി പ്രാണായാമ.
കൈവിരൽ ചെവിയിൽ വെക്കുക. ദീർഘശ്വാസം എടുക്കുക. 10 തവണ ഭ്രമരി പ്രാണായാമം ചെയ്യുക. ശ്വാസം വിടുമ്പോൾ നമ്മൾ തൊണ്ടേന്ന് ഒരുമിച്ച് ചെയ്യാം. തവണ ചെയ്തതിന് ശേഷം വിശ്രമിക്കുക. രണ്ട് കൈകളും തമ്മിൽ റബ്ബ് ചെയ്ത് കൈക്കപ്പ് പോലെയാക്കി കണ്ണിൻ്റെ മേലെ വെക്കുക. സാവധാനം കൈകൾ നോക്കി കണ്ണ് തുറക്കുക. താങ്ക് യു.